Guys, welcome back to my YouTube channel. Welcome back to another video. So, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇസ്രായേൽ വേഴ്സസ് ഇറാൻ. അപ്പോൾ ഇസ്രായേൽ വേഴ്സസ് ഇറാൻ എന്താണ് അവിടെ നടക്കുന്ന പ്രശ്നം? പ്രധാനമായിട്ടും എന്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു യുദ്ധമുണ്ടായി? അപ്പോൾ ഇസ്രായേൽ വേഴ്സസ് ഇറാൻ അവരുടെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1979 മുൻപേ വളരെയധികം സൗഹൃദ ബന്ധത്തിലിരുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇസ്രായേലും ഇറാനും. എന്നാൽ 1979 ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഈ പറയുന്ന രണ്ട് രാജ്യങ്ങളും ശത്രുക്കളായിട്ട് അങ്ങ് മാറുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രിൻസിപ്പൽസിലെയും ഐഡിയോളജീസിലും വന്ന ചേഞ്ച് തന്നെയാണ്. അത് മാത്രമല്ല, പാലസ്തീൻ്റെ കോസിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇറാൻ എന്ന് പറയുന്നത്. അവിടുത്തെ ഹമാസ്, ഹെസബുള്ള ഇതുപോലത്തുള്ള പല ഓർഗനൈസേഷൻസിനെയും ഫണ്ട് ചെയ്യുന്നത് ഇറാനാണ്. അപ്പോൾ ഈ പറയുന്ന ഇസ്രായേൽ ആണെങ്കിൽ ഈ ഹമാസ്, ഹെസബുള്ള ഈ പറയുന്ന രണ്ട് ഓർഗനൈസേഷനും വളരെയധികം എതിരെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഗാസയിലുണ്ടായ റീസെൻ്റ് ആയിട്ടുള്ള അറ്റാക്സ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഹമാസ് ആൻഡ് ഹെസബുള്ളയ്ക്ക് എതിരാണ്. എന്നാൽ ഇറാൻ ആണെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുകയും ഫണ്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെക്നിക്കലി പാലസ്തീനിൽ നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേൽ വേഴ്സസ് പാലസ്തീൻ മാത്രമല്ല, ഇസ്രായേൽ വേഴ്സസ് ഇറാനും കൂടെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആൻഡ് ഈ ഒരു സംഭവത്തിന് ശേഷം കംപ്ലീറ്റ് ജിയോ പൊളിറ്റിക്സിൻ്റെ ലാൻഡ്സ്കേപ്പ് തന്നെ അങ്ങ് മാറുകയാണ്. കാരണം ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റ് ആയ ശേഷം പുള്ളി ഇറാൻ്റെ ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റി B2 ബോംബേഴ്സ് യൂസ് ചെയ്ത് ബോംബ് ചെയ്തു. ആൻഡ് ഈ ഒരു പ്രശ്നത്തിൻ്റെ പുറകെയാണ് ഇപ്പോൾ കുറേ ആഴ്ചയായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും, ഇറാൻ്റെ ആണവ കരാറിനെ കുറിച്ച് കുറേ ചർച്ചകളും കാര്യങ്ങളും ഇറാനും ഇസ്രായേലും US തമ്മിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെയും US പോളിസി എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിരുന്നു, ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാംസ് എല്ലാം തന്നെ പൂർണ്ണമായിട്ട് നിർത്തുക. ഇത് തന്നെയായിരുന്നു ഇസ്രായേലിന്റെയും US ആവശ്യം തന്നെ. ആൻഡ് നാച്ചുറലി ഇറാൻ ഇതിന് അംഗീകരിക്കുന്നില്ലായിരുന്നു, ഇറാൻ ഇതിന് ഒരു രീതിയിൽ സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന്റെ ബേസിസിൽ ഒരിക്കലും ഒരു യുദ്ധം നടന്നിട്ടില്ല. അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ അറ്റാക്സും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രശ്നത്തിന്റെ ബേസിസിൽ കുറേ വട്ടമേശ ചർച്ചകളും, അതായത് കുറേ സമാധാനപരമായ കുറേ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഈ ചർച്ചകളൊക്കെ നടക്കുന്നതിന്റെ ഇടയിലാണ് പെട്ടെന്നൊരു ദിവസം US-ഉം ഇസ്രായേലും ചേർന്നിട്ട് ലയൺ സ്റ്റോർ എന്ന പേരിൽ ഒരു ആക്രമണം, ഒരു വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ആക്രമണം ഇറാനെതിരെ അഴിച്ചുവിടുന്നത്. ആൻഡ് ഇതിൻ്റെ റീസൺ എന്താണെന്നാണ് നമ്മൾ ഇനി വളരെ കൃത്യമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് പല തിയറീസും പല കാര്യങ്ങളും ഇതിനെപ്പറ്റി പറഞ്ഞു നടക്കുന്നുണ്ട്. അതായത് അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണം എന്ന് പറയുന്നത് എപ്സ്റ്റീൻ ഫയൽസിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാർ ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട്. അതായത് എപ്സ്റ്റീൻ ഫയൽസിനകത്ത് ട്രംപ്, നമ്മുടെ ബിൽ ഗേറ്റ്സ്, അങ്ങനെ പല വമ്പന്മാരുടെ കാര്യങ്ങളും പേരുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാർ മനഃപൂർവ്വം ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഡോളർ ഡൊമിനന്റ് എക്കോണമി, അതായത് US ഡോളർ യൂസ് ചെയ്തിട്ടാണ് പല രാജ്യങ്ങളല്ല, ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് ക്രൂഡ് ഓയിൽ വാങ്ങാൻ വേണ്ടി നിങ്ങൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കറൻസി ഏതാണെങ്കിലും അത് കൺവേർട്ട് ചെയ്ത് US ഡോളറിലോട്ട് മാറ്റിയ ശേഷം ആ US ഡോളർ യൂസ് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് ക്രൂഡ് ഓയിൽ വാങ്ങാൻ പറ്റുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വാങ്ങുന്നത് രണ്ട് പ്രോഡക്ട്സ് ആണ്. ഒന്ന്, നിങ്ങൾ വാങ്ങുന്നത് US ഡോളർ, അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ക്രൂഡ് ഓയിൽ വാങ്ങുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ US ഡോളറിന്റെ നമ്മുടെ ഒരു ഡിമാൻഡ് അങ്ങ് ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അത് മാത്രമല്ല, ഈ പറയുന്നൊരു സംഭവം, അതായത് US ഡോളർ യൂസ് ചെയ്ത് ക്രൂഡ് ഓയിൽ ട്രേഡിംഗ് നടക്കുന്നു എന്നുള്ളതാണ് US-ന്റെ സാമ്പത്തിക അവസ്ഥയുടെ അല്ലെങ്കിൽ സാമ്പത്തിക ഘടനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ US-നെ ഒന്ന് വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, US-ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രീസ്, അതായത് നമ്മുടെ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് അങ്ങനെയുള്ള ഇൻഡസ്ട്രീസ്, അതുപോലെ ഡിഫൻസ് സെക്ടേഴ്സ്, വെപ്പൺസ് വിൽക്കുന്നത്, അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ KFC, സ്റ്റാർബക്സ്, മെക്ഡൊണാൾഡ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ മാത്രമേ US-നുള്ളൂ. ഞാനീ പറഞ്ഞ ഒന്നും തന്നെ US-ന് സത്യം പറഞ്ഞാൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം കൊടുക്കുന്നില്ല. ഇതൊക്കെ ഒരു വേരിയിങ് ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സ് മാത്രമാണ് US-ന്റെ പ്രധാനപ്പെട്ട ഇൻകമിലുള്ളത്. പക്ഷേ US-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകം എന്ന് പറയുന്നത് ഈ പറയുന്ന ഓയിൽ തന്നെയാണ്, ഓയിലിലെ ട്രേഡിംഗ് തന്നെയാണ് US-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം, അതായത് ഇറാൻ ചൈനയ്ക്ക് ഓയിൽ വിൽക്കുമ്പോൾ ഈ US ഡോളറിന് പകരം ചൈനീസ് യുവാൻ കറൻസി ആയിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ഈ ചൈനീസ് യുവാൻ US ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് പകരം ചൈനീസ് യുവാൻ ഡയറക്റ്റ് ആയിട്ട് ഇറാൻ അങ്ങ് സ്വീകരിച്ച ശേഷം US ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട, ഞങ്ങൾ നിങ്ങൾക്ക് അല്ലാണ്ട് തന്നെ ക്രൂഡ് ഓയിൽ തരാമെന്നുള്ള രീതിയിൽ ഇറാൻ ഒരു മൂവ്മെന്റ് അങ്ങ് നടത്തി. അപ്പോൾ ഈ ഒരു സംഭവം ബാക്കി രാജ്യങ്ങൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ US ഡോളർ കംപ്ലീറ്റ്ലി പരുങ്ങലാവും. ആൻഡ് ഇങ്ങനൊരു സംഭവം നമ്മുടെ ഈ ഫുൾ ഗ്ലോബലി നമ്മളതങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ US-ന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സമ്പദ്ഘടന അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ തന്നെ ഇളകാൻ തുടങ്ങും. ആൻഡ് ഇത് വളരെ കൃത്യമായിട്ട് ഡൊണാൾഡ് ട്രംപിന് അറിയാം. അതുകൊണ്ടാണ് ഈ ഒരു യുദ്ധം ഉണ്ടാക്കിയതും എന്നൊരു തിയറിയും ഓൺലൈനിൽ നടക്കുന്നുണ്ട്. പക്ഷേ എന്തിനാണ് യുദ്ധം?
നിങ്ങൾ ട്രംപിന്റെ കുറച്ച് കാലമായിട്ടുള്ള പ്രവൃത്തികൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. മെക്സിക്കോ, വെനിസ്വേല, ഗ്രീൻലാൻഡ് അങ്ങനെ പല രാജ്യങ്ങളിലെയും റിസോഴ്സസ് കൈയടക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ക്രൂഡ് ഓയിൽ ആയിക്കോട്ടെ, നാച്ചുറൽ ഗ്യാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മിനറൽസ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്ന് പറയുന്നത് നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അതായത് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കഴിഞ്ഞാൽ ഇതൊന്നും തന്നെ ഭൂമിയിൽ ബാക്കിയില്ല, എർത്തിൽ ഇതൊന്നും തന്നെ കാണത്തില്ല. പക്ഷെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഈ പറയുന്ന സാധനങ്ങളൊന്നും ഇല്ലാണ്ട് ഇവിടുത്തെ ഒരു ഇൻഡസ്ട്രീസും, ഇവിടുത്തെ പല ഇൻഡസ്ട്രീസിന്റെ ഏറ്റവും വൈറ്റലായിട്ടുള്ള പാർട്സ് ആണ് ഈ പറഞ്ഞ 3 കാര്യങ്ങളും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ലാണ്ട്, അതായത് ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ മിനറൽസ് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മുടെ ഇൻഡസ്ട്രീസ് ഒന്നും തന്നെ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ പറയുന്ന ഇനി വരാൻ പോകുന്നൊരു ഫ്യൂച്ചറിൽ ഏത് രാജ്യമാണ് ഈ പറയുന്ന ക്രൂഡ് ഓയിൽ, മിനറൽസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, തീർച്ചയായിട്ടും അവർ തന്നെയായിരിക്കും ലോകത്തിലെ ഏറ്റവും ഡൊമിനൻ്റ് ആയിട്ടുള്ള കൺട്രി എന്ന് പറയുന്നത്. ആൻഡ് ഈ കാര്യം ട്രംപിന് വളരെ നന്നായിട്ട് അറിയും. അതുകൊണ്ട് തന്നെ ട്രംപ് എന്ത് ചെയ്യുന്നു വെച്ചാൽ വെനസ്വേല, മെക്സിക്കോ ആൻഡ് ഗ്രീൻലാൻഡ് ഇങ്ങനത്തെ രാജ്യങ്ങളൊക്കെ കീഴടക്കാൻ വേണ്ടിയുള്ള റേസിലാണ് ട്രംപ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന റിസോഴ്സസ് എല്ലാം കൈയടക്കുക ആൻഡ് അതുവഴി ഒരു ഡൊമിനന്റ്, ലോകത്തിലെ തന്നെ ഏറ്റവും ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ ഈ ഇറാനെ ട്രംപ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി, അതായത് ഇസ്രായേലിന്റെ കൂടെ നിന്ന് ട്രംപ് ഇറാനെ അറ്റാക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട റീസൺ ഓയിലാണെന്ന്. ഒരിക്കലുമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ട്രംപ് വാസ് ആഫ്റ്റർ ഓയിൽ, അതായത് വെനസ്വേലയിൽ നിങ്ങൾ കണ്ടു പ്രസിഡന്റിനെ പുള്ളി കിഡ്നാപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് അവിടെ ചെന്ന് പ്രസിഡന്റിനെ കിഡ്നാപ്പ് ചെയ്ത ശേഷം ട്രംപിന്റെ ഒരു ഡമ്മിയെ തന്നെ അവിടെ പ്രസിഡന്റായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ പുള്ളി ഓയിലിന് പുറകെ ആയിരുന്നെങ്കിൽ ട്രംപ് ഒരിക്കലും തന്നെ ഇറാനെതിരെ ഇത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു വാർ അഴിച്ചു വിടാൻ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം അവിടുത്തെ റിസോഴ്സസ് ട്രംപിന് വേണം. ഇപ്പോൾ നിങ്ങൾ അവിടുത്തെ യുദ്ധം നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഇറാന്റെ പല ഓയിൽ ഫെസിലിറ്റിയും, പല ഓയിൽ എന്താ പറയുക, ഓർസും കാര്യങ്ങളൊക്കെ അവിടെ അവർ ബോംബ് ചെയ്ത് നശിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഡെഫിനറ്റ്ലി ഇറാനെ അറ്റാക്ക് ചെയ്ത് ഒരിക്കലും ഓയിലിന് വേണ്ടിയിട്ടായിരുന്നില്ല, അതിന് വേണ്ടിയിട്ടൊന്നുമല്ല ട്രംപ് ഇറാനെ അറ്റാക്ക് ചെയ്തത്. പക്ഷേ ട്രംപിന്റെയും ഈ പറയുന്ന ഇസ്രായേലിന്റെ ഒക്കെ ഇറാന്റെ എതിരെ ഇത്രയും പെട്ടെന്ന് ഈ വാർ കൊണ്ടുവന്നതിന് പ്രധാനമായിട്ടും വേറൊരു കാരണമാണ് ഉള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന യൂറോപ്പ്, ഈ പറയുന്ന ഏഷ്യ, ഈ പറയുന്ന 2 കോണ്ടിനെന്റിന്റെയും ഡീസ്റ്റെബിലൈസേഷൻ, അതായത് എക്കണോമിക്കലി ആൻഡ് ഫൈനാൻഷ്യലി ഈ പറയുന്ന 2 കോണ്ടിനെന്റ്സിനെയും കംപ്ലീറ്റ്ലി ഡീസ്റ്റെബിലൈസ് ചെയ്യുക. ഇതാണ് ട്രംപിന്റെ ആവശ്യം എന്ന് പറയുന്നത്. കാരണം നിങ്ങളിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, ഈ പറയുന്ന യുദ്ധം ട്രംപ് തുടങ്ങി വെച്ചു. ആൻഡ് ഈ പറയുന്ന യുദ്ധത്തിലേക്ക് ഇപ്പോൾ ഫ്രാൻസിനെ അവർ ഡ്രാഗ് ചെയ്തിട്ടു, ഇപ്പം ബ്രിട്ടൻ അതിൽ പാർട്ടാവാൻ പോവുകയാണ്. അങ്ങനെ ഒരുപാട് യൂറോപ്യൻ കൺട്രീസ് ഈ പറയുന്നൊരു യുദ്ധത്തിലേക്ക് ഓൾറെഡി പാർട്ടായി കഴിഞ്ഞു. ആൻഡ് ചൈന ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെക്നിക്കലി ഇതിപ്പോൾ യൂറോപ്പ് വേഴ്സസ് ഏഷ്യ എന്നുള്ള രീതിയിലേക്കാണ് ഈ പറയുന്ന യുദ്ധം എസ്കലേറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് പതുക്കെ എന്താണെന്ന് വെച്ചാൽ US ഈ ഒരു തക്കം നോക്കി ഓൾറെഡി പതുക്കെ വലിഞ്ഞു കഴിഞ്ഞു. US പതുക്കെ ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ്. ആൻഡ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് മാതിരി തന്നെ യൂറോപ്പ് വേഴ്സസ് ഏഷ്യ എന്നുള്ള രീതിയിലേക്ക് തന്നെ യുദ്ധം പോകും. ആൻഡ് യൂറോപ്പിലെയും ഏഷ്യയിലെയും ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ എക്കണോമി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് തകർന്നടിയാൻ പോവാണ്. ഈ യുദ്ധം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും എല്ലാവരും ബാധിക്കുന്നുള്ള ഉറപ്പാണ്. ആൻഡ് ഇത് ബാധിക്കാൻ പോകുന്നത് യൂറോപ്പിനെയും ഏഷ്യയും തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, യൂറോപ്പിനെയും ഏഷ്യയും ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നതുകൊണ്ട് ട്രംപിന് എന്താണ് കിട്ടുന്നത്? ഇപ്പോൾ ഏഷ്യക്കെതിരെ ട്രംപ് ഡീസ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ ഏഷ്യയെ എന്തുകൊണ്ട് ട്രംപ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഏഷ്യയിലുള്ള ഒരു കൺട്രീസ്, മിക്കവാറും ഈ ചില കൺട്രീസ് ഒഴിച്ച് കഴിഞ്ഞാൽ മിക്കവാറും കൺട്രീസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ അലൈസ് അല്ല. ഇപ്പോൾ ചൈന ആയിക്കോട്ടെ, റഷ്യ ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ നമ്മൾ എങ്ങനെ വളർന്നു വരാം അല്ലെങ്കിൽ എങ്ങനെ അമേരിക്കയെക്കാളും മുകളിൽ വരാം എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെയധികം പ്രോഗ്രസ് ചെയ്ത് വളരെയധികം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന രാജ്യങ്ങൾക്കൊക്കെ എതിരെ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് എന്തുകൊണ്ട് നിലകൊണ്ട് നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ എന്തുകൊണ്ട് യൂറോപ്പ്? വൈ അമേരിക്ക എന്തുകൊണ്ട് യൂറോപ്പിനെതിരെ നിൽക്കണം? ഇതിന്റെ കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. നിങ്ങളിപ്പോൾ 2-3 മാസം മുന്നേ നടന്നൊരു സംഭവം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ട്രംപ് ഗ്രീൻലാൻഡ് വേണമെന്ന് പറഞ്ഞ് ചാടിയപ്പോഴേക്കും അവിടെ നടന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ, നാറ്റോ അലയൻസ് ആയിട്ടുള്ള ബാക്കി കൺട്രീസ് എല്ലാം തന്നെ ഗ്രീൻലാൻഡിനെയും ഡെൻമാർക്കിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഫോഴ്സസിനെ അയക്കാൻ തുടങ്ങി. അപ്പോൾ ടെക്നിക്കലി ഈ നാറ്റോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെമ്പർ എന്ന് പറയുന്നത് US തന്നെയാണ്. അപ്പോൾ US തന്നെ ഗ്രീൻലാൻഡ് അറ്റാക്ക് ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും നാറ്റോയിലെ ബാക്കി കൺട്രീസ് എല്ലാം കൂടെ US-നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഫോഴ്സസിനെ ഡെൻമാർക്കിലോട്ടും ഗ്രീൻലാൻഡിലോട്ടൊക്കെ അയക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെ ഞാൻ ഇപ്പോൾ തിരിച്ചുകൊണ്ട് പറയണമെങ്കിൽ പോലും ഇത് ഭയങ്കരമായിട്ടുള്ളൊരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. അപ്പോൾ ട്രംപിന് ഇവിടെ എന്ത് ചെയ്യണമെന്ന് ആക്ച്വലി അറിയത്തില്ല. കാരണം നാറ്റോ എന്ന് പറയുന്നത് US-ന്റെ അലയൻസ് തന്നെയാണ്. അപ്പോൾ US-ന്റെ അലയൻസിലുള്ള കുറേ രാജ്യങ്ങൾക്കെതിരെ എങ്ങനെ ഒരു അറ്റാക്ക് കൊണ്ടുവരുന്നത് ട്രംപിന് അറിയത്തില്ല. അപ്പോൾ ട്രംപ് വളരെ ബുദ്ധിപരമായിട്ട് ഈ പറയുന്ന നാറ്റോ അലയൻസിനെ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് അതിന് വേണ്ടിയിട്ടാണ് പുള്ളി ബോർഡ് ഓഫ് പീസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പോൾ പുതിയതായിട്ട് ട്രംപിൻ്റെ ഒരു പരിപാടിയാണ്. അതായത് നമ്മുടെ
ഈ UN പോലെ തന്നെ, അതായത് UN പകരം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവമാണ് ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്നത്. ആൻഡ് അതിലെ പെർമനന്റ് മെമ്പർ എന്ന് പറയുന്നത് US ആണ്. ഇപ്പോൾ ഇസ്രായേലിനെ മെമ്പർ ആക്കിയിട്ടുണ്ടെന്ന് അറിയുന്നു. അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ ട്രംപ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു അലയൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന US, ഇസ്രായേൽ, അതുമാതിരി US-ന്റെ അണ്ടറിൽ നിൽക്കുന്ന അല്ലെങ്കിൽ US-ന്റെ കൺട്രോളിൽ നിൽക്കുന്ന കുറച്ച് രാജ്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു അലയൻസ് തന്നെ ആയിരിക്കും. ആൻഡ് ഈ ഒരു അലയൻസ് വരുമ്പോഴേക്കും പുള്ളിക്ക് കൃത്യമായിട്ട് തന്നെ യൂറോപ്പിലെ ഏറ്റവും വലിയ അലയൻസായ നാറ്റോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ഇങ്ങനത്തെ അലയൻസിനെയൊക്കെ പുള്ളിക്ക് അവിടെ നിന്ന് കംപ്ലീറ്റ്ലി ഓവർത്രോ ചെയ്ത് അതിൻ്റെ മുകളിൽ വരണമെന്ന് വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് ഈ യുദ്ധം എന്ന് പറയുന്നത്. ഈ യുദ്ധം എവിടെ ചെന്ന് നിൽക്കുമെന്ന് ട്രംപിനോ അല്ലെങ്കിൽ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയനോ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ GCC കൺട്രീസിനോ ഒന്നിനും ഒരു ഐഡിയ ഇല്ല. പക്ഷേ ട്രംപിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആണ്. വളരെ ക്ലിയർ ആണ്. ഈ പറയുന്ന യൂറോപ്പിനെ ഈ യുദ്ധത്തിലോട്ട് അനാവശ്യമായിട്ട് വലിച്ചിടുക ആൻഡ് യൂറോപ്പ് വേഴ്സസ് ഏഷ്യ എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു യുദ്ധത്തിനെ കൊണ്ടുവരിക. അതുവഴി ഈ പറയുന്ന മാതിരി നമ്മൾ പറയത്തില്ലേ, പണ്ടൊക്കെ പറയുന്ന മാതിരി രണ്ട് രാജ്യങ്ങൾ അല്ലെങ്കിൽ തമ്മിൽ അടുപ്പിച്ച ശേഷം അതുവഴി ആ ഒരു പ്രശ്നത്തിന് ഇടയിൽ ഇടപെട്ടുകൊണ്ട് തന്നെ US-ന്റെ ഒരു ഗ്ലോബൽ ഡൊമിനൻസ് കൊണ്ടുവരിക, അത് ആ ഒരു ഇൻപുട്ടിനെ ഇതിനകത്ത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ട്രംപിൻ്റെ പ്ലാൻ. ആൻഡ് ഈ ഒരു പ്ലാൻ എത്രത്തോളം ബാക്കി രാജ്യങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു യുദ്ധം ഈ ഒരു ലെവലിലോട്ട് പോകാനൊന്നും ഒരു രാജ്യം അനുവദിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഫ്രാൻസ് ഈ യുദ്ധത്തിൽ പങ്കാളിയാവുന്നു, ഇപ്പം ബ്രിട്ടൻ പങ്കാളിയാവാൻ പോകുന്നു, ഇനി ഏതൊക്കെ രാജ്യങ്ങൾ പങ്കാളികളാവുമെന്ന് അറിയത്തില്ല. ആൻഡ് ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ ചൈന വരുന്നു, റഷ്യ ചെറിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ടെക്നിക്കലി ഇത് ഏഷ്യ വേഴ്സസ് യൂറോപ്പ് എന്ന് പറഞ്ഞ കാര്യത്തിലോട്ട് പോകണം. ആൻഡ് എല്ലാം ട്രംപ് വരച്ച ഒരു പ്ലാനിൻ്റെ ബേസിസിൽ മാത്രമാണ്. ഈ പറഞ്ഞ വാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പുള്ളി നൈസായിട്ട് ഇതിൽ നിന്ന് മാറി. ആൻഡ് ഈ വാറിൻ്റെ അനന്തരഫലം എല്ലാം അനുഭവിക്കാൻ പോകുന്ന ഇറാനിലെ പാവപ്പെട്ട കുട്ടികൾ, അതുപോലെ തന്നെ ഈ പറയുന്ന ഇസ്രായേലിലെ ആൾക്കാർ, ഇതിൻ്റെ ഇടയിൽപ്പെടുന്ന രാജ്യങ്ങൾ, GCC-യിലെ ആൾക്കാർ, യൂറോപ്പ്, ഏഷ്യ, അങ്ങനെ കംപ്ലീറ്റ്ലി. ആൻഡ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ US നൈസായിട്ട് ഇതിൽ നിന്ന് മാറുകയും ചെയ്തു. അപ്പം നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻ ദ സെൻസ് നമ്മൾ സാധാരണ ജനങ്ങളായിക്കോട്ടെ, ഇവിടുത്തെ ലീഡേഴ്സ് ആയിക്കോട്ടെ, അവരൊക്കെ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ദിസ് വാർ, എന്തിന് ഈ വാർ തുടങ്ങി, ഈ വാറിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്തായിരുന്നു, ഈ വാർ കൊണ്ട് ആർക്കും ഒരു രീതിയിലുള്ള ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല. ആൻഡ് ഉപകാരം ഉണ്ടാകാൻ പോകുന്നത് മൊത്തം US-ന് തന്നെ ആയിരിക്കും. അവരിപ്പോൾ ഈ പിക്ചറിൽ നിന്ന് മാറി അവർക്ക് ഈ വാർ കൊണ്ടുള്ള ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാകാൻ പോകുന്നില്ല. സൈഡ് എഫക്ട്സ് ഉണ്ടാകാൻ പോകുന്നത്, ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ അനുഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ തന്നെ ആയിരിക്കും. ആൻഡ് ഈ ഒരു ഇടയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നൈസായിട്ട് മാറിക്കൊണ്ട് US അവരുടെ ആ ഒരു പ്ലാൻ സക്സസ്ഫുള്ളായിട്ട് തന്നെ ഇവിടെ ലോഞ്ച് ചെയ്തു. പക്ഷെ ഇനി അതിനെ എതിർത്ത് നിൽക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഈ കാര്യം മനസ്സിലാക്കി നമ്മൾ തന്നെ ഇതിനെതിരെ നിൽക്കണം. ഈ പറഞ്ഞ കാര്യത്തിനെതിരെ, ഈ പറഞ്ഞൊരു പ്ലാനിൽ, അതായത് ഏഷ്യ, നമ്മുടെ യൂറോപ്യൻ യൂണിയൻ, ഇതൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അലയൻസ് ആക്കി കൊണ്ടുവന്ന് നമ്മൾ തന്നെ ഈ പറഞ്ഞ US എന്ന് പറയുന്ന ഒരു എക്കണോമി അല്ലെങ്കിൽ US ഡോമിനൻറ്റ് വേൾഡ് അല്ലെങ്കിൽ US ഡോമിനൻറ്റ് സുപ്രീമസി, ഗ്ലോബൽ സുപ്രീമസിക്കെതിരെ നമ്മൾ തന്നെ വളരെ ശക്തമായിട്ട് നിൽക്കണം. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ, സൈനിങ് ഓഫ് അജിത്ത്.